നമ്മൾ അത്യാവശ്യം ഗ്യാപ്പ് ഇട്ട് ലൈൻസ് വരച്ചിട്ടുണ്ട്, ഡബിൾ ലൈൻസ് വരച്ചിട്ടുണ്ട്. ഇത് തിക്ക് ലൈൻ ആക്കാനുള്ള ലൈനാണ്. ഇനി ഇതിൻ്റെ എല്ലാം സെൻറ്ററിൽ നിന്ന്, കറക്റ്റ് സെൻറ്ററിൽ നിന്നായിട്ട് ഓരോ തിൻ ലൈൻസും കൂടി വരച്ചു കൊടുക്കുക. ഇതിൻ്റെ എല്ലാം കറക്റ്റ് സെൻറ്ററിൽ നിന്നായിട്ട് ഓരോ തിൻ ലൈൻസും കൂടി ഇതിൻ്റെ എല്ലാം കറക്റ്റ് സെൻറ്ററിൽ നിന്നായിട്ട് ഓരോ തിൻ ലൈൻസും കൂടി വരച്ചു കൊടുക്കാം. ഈ ഡബിൾ ലൈൻ എല്ലാം തിക്ക് ലൈൻ ആക്കിയതിന് ശേഷം വേണമെങ്കിലും വരയ്ക്കാം, അതിന് മുന്നേ ആണെങ്കിലും വരയ്ക്കാം. എല്ലാ ഗ്യാപ്പിൻ്റെയും സെൻറ്ററിലായിട്ട് ഓരോ ലൈൻസ് വരച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ക്രോസ് ലൈനും വരച്ചു കൊടുക്കാം. അപ്പോൾ എല്ലാ ഗ്യാപ്പിൻ്റെയും സെൻറ്ററിലായിട്ട് തിൻ ലൈൻസും വരച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം വരച്ച ഡബിൾ ലൈനെ എല്ലാം നമുക്ക് തിക്ക് ലൈൻ ആക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം വരച്ച ഡബിൾ ലൈൻസിനെ എല്ലാം നമ്മളിപ്പോൾ തിക്ക് ലൈൻ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് എല്ലാ ബോക്സിൻ്റെയും സെൻറ്ററിൽ ഒരു പ്ലസ് സൈൻ കിട്ടിയിട്ടുണ്ട്. ആ പ്ലസ് സൈനിൻ്റെ സെൻറ്ററിൽ ഒരു വലിയ ഡോട്ട് ഇട്ട് കൊടുക്കാം. അത്യാവശ്യം വലിയ ഡോട്ട് തന്നെ എല്ലാ പ്ലസ് സൈനിൻ്റെ സെൻറ്ററിലായിട്ടും അത്യാവശ്യം വലിയ ഡോട്ട് തന്നെ ഇട്ട് കൊടുക്കാം. ഡോട്ട് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ കോൺ അവിടെ വെച്ചിട്ട് നമുക്ക് എത്ര പേസ്റ്റ് വേണം അത്രയും ഒന്ന് ഞെക്കി കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇതാണ് അടുത്ത ഗ്രിഡ്. ഇത്രയേ ഉള്ളൂ. ആദ്യം നമ്മൾ ക്രോസ് ലൈൻസ് ആയിട്ട് ഡബിൾ ലൈൻസ് വരച്ചു കൊടുക്കുക. പിന്നെ അതിൻ്റെ എല്ലാം സെൻറ്ററിലായിട്ട് ഓരോ തിൻ ലൈൻ വരയ്ക്കുക. എന്നിട്ട് ആദ്യം നമ്മൾ വരച്ച ഡബിൾ ലൈൻ എല്ലാം ടിക്കാക്കി കൊടുക്കുക. അപ്പോൾ വരുന്ന ഈ പ്ലസ് സൈൻ്റെ സെൻറ്ററിലായിട്ട് ഓരോ ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. അത്രയേ ഉള്ളൂ. ഇനി അടുത്ത ഗ്രിഡ് വരയ്ക്കാം. അടുത്ത ഗ്രിഡ് വരയ്ക്കാനായിട്ട് നമുക്ക് ഒരു സ്ക്വയർ ബോക്സ് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് തിൻ ലൈൻസ് വരച്ചു കൊടുക്കാം. ഇനി ചെറിയൊരു ഗ്യാപ്പ് കൊടുത്ത് നമുക്ക് താഴെ വീണ്ടും തിൻ ലൈൻസ് കൊടുക്കാം. ഈ ഗ്രിഡ് വരയ്ക്കാൻ നമുക്ക് തിൻ ലൈൻസ് മതി. ക്രോസ് ലൈൻസും അതുപോലെ തന്നെ നമ്മൾ തിൻ ലൈൻസ് വരച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ അടുത്ത ഗ്രിഡ് വരയ്ക്കാൻ വേണ്ടിയിട്ടും നമ്മൾ ആദ്യം ഒരു സ്ക്വയർ ബോക്സ് വരച്ചു. എന്നിട്ട് അതിൽ ക്രോസ് ലൈൻസ് ആയിട്ട് നമ്മൾ തിൻ ലൈൻസ് വരച്ചു കൊടുത്തു. ഇനി നമുക്ക് വേണ്ടത് ഈ എല്ലാ ലൈൻസിൻ്റെയും താഴെയായിട്ട് നമ്മൾ ഹംസ് വരച്ചു കൊടുക്കുക. ഇപ്പോൾ എല്ലാ ലൈൻസിൻ്റെയും താഴെയായിട്ട് ഹംസ് വരച്ചിട്ടുണ്ട്. മുകളിൽ വേണമെങ്കിൽ ഹംസ് വരയ്ക്കാം. മുകളിലാണ് വരയ്ക്കുന്നതെങ്കിൽ എല്ലാ ലൈൻസിൻ്റെയും മുകളിൽ തന്നെ വരയ്ക്കണം എന്നേ ഉള്ളൂ. ഇപ്പോൾ ഈ ലൈൻസിനും താഴെയായിട്ടാണ് വരച്ചിരിക്കുന്നത്, ഇവിടെയും താഴെയായിട്ടാണ് വരച്ചിരിക്കുന്നത്. മുകളിലാണ് വരയ്ക്കുന്നതെങ്കിൽ എല്ലാ ലൈൻസിനും മുകളിൽ തന്നെ വരയ്ക്കണം എന്നേ ഉള്ളൂ. ഇപ്പോൾ നമുക്കിവിടെ എല്ലാം ഓരോ ബോക്സ് ഉണ്ട്. ഈ ബോക്സിൻ്റെ എല്ലാം സെൻറ്ററിൽ നിന്ന് നമുക്ക് 3 വൈൻസ് വെച്ച് വരച്ചു കൊടുക്കാം. ഫസ്റ്റ് ഒരു ലൈൻ മുകളിലോട്ട് വച്ച് അത്യാവശ്യം നന്നായിട്ട് ഡോട്ടിട്ട്, നന്നായിട്ട് പേസ്റ്റ് പുറത്ത് പോകുന്ന രീതിയിൽ ഡോട്ടിട്ട് മുകളിൽ നിന്ന് ഒരു ലൈനും കൂടി വരച്ചു കൊടുക്കാം. 2 വൈൻസ് താഴെ 2 സൈഡിലായിട്ട് വരയ്ക്കുക. താഴെ നിന്ന് വരയ്ക്കുമ്പോൾ ആദ്യം വരയ്ക്കുന്ന ലൈനിന് ഒത്തിരി നീളം കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ രീതിയിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുക. ആദ്യം വരയ്ക്കുന്ന ലൈൻ സെൻറ്ററിൽ നിന്ന് കുറച്ച് ഹൈറ്റിന് വരച്ചു കൊടുക്കുക. പിന്നെ 2 സൈഡിലും വരയ്ക്കുന്ന ലൈൻ ആദ്യത്തേൻ്റെ അത്രയും വലുതാക്കട്ടെ, ചെറുതായിട്ട് വരച്ചു കൊടുത്താൽ മതി. നമുക്ക് കോർണറിലുള്ള ബോക്സിൽ 3 വരയ്ക്കാനുള്ള സ്പേസ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ സിംഗിളായിട്ട് ഒരെണ്ണം വരച്ചു കൊടുത്താൽ മതിയാവും. ഗ്യാപ്പിനനുസരിച്ച് വരച്ചു കൊടുക്കാം. കോർണർ ബോക്സിൽ 3 വരയ്ക്കാനുള്ള സ്ഥലമില്ലെങ്കിൽ 2 സ്ഥലം ഉണ്ടെങ്കിൽ 2 വരച്ചു കൊടുക്കുക. 1 സ്ഥലം ഉണ്ടെങ്കിൽ 1 വരച്ചു കൊടുക്കുക. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഒരു തിൻ ലൈൻ. ഇനി അത്യാവശ്യം നല്ല ഗ്യാപ്പ് വേണം. ഈ ഒരു ഗ്രിഡിന് അത്യാവശ്യം നല്ല ഗ്യാപ്പ് വേണം. നല്ലൊരു ഗ്യാപ്പ് ഇട്ട് അടിയിൽ ഒറ്റ ലൈൻ മാത്രമേ ഞാൻ വരയ്ക്കുന്നുള്ളൂ. അത്യാവശ്യം ഗ്യാപ്പ് കൊടുത്തിട്ട് ഒരു ലൈൻ മാത്രം മതിയാവും. അത്രയും ഗ്യാപ്പ് നമുക്കിതിന് വേണം. ഈ ഒരു ഗ്രിഡ് വരയ്ക്കാൻ നമുക്ക് അത്യാവശ്യം നല്ല ഗ്യാപ്പ് ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ആകെ 3 ലൈൻ മാത്രമേ വരച്ചിട്ടുള്ളൂ. സെൻറ്ററിൽ ഒരു തിൻ ലൈൻ, മുകളിലും താഴെയായിട്ട് ഓരോ തിൻ ലൈൻ, ഇത്രയേ വരച്ചിട്ടുള്ളൂ. അതുപോലെ ക്രോസ് ലൈൻ വരയ്ക്കുമ്പോഴും നമുക്ക് നല്ല ഗ്യാപ്പ് വേണം. അതുകൊണ്ട് ക്രോസ് ലൈനും ആകെ 2 ലൈൻ മാത്രമേ വരച്ചിട്ടുള്ളൂ. അത്യാവശ്യം ഗ്യാപ്പ് വേണമെന്നുകൊണ്ട് ഇത്ര ലൈനെ വരച്ചിട്ടുള്ളൂ. നമ്മൾ ഈ ഗ്രിഡ് കയ്യിൽ വരയ്ക്കുന്ന സമയത്ത് നമ്മൾ കുറച്ചും കൂടി സ്പേസ് എടുത്ത് വരയ്ക്കാം. ഇനി നമുക്കിതിൽ ഈ ലൈനിൽ എല്ലാം ജ്യൂസി ലീഫ് വരച്ചു കൊടുക്കും, അതായത് വൈൻസ് വരച്ചു കൊടുക്കാം. ഈ ലൈൻസിലെല്ലാം നമുക്ക് വൈൻസ് വരച്ചു കൊടുക്കാം. ജ്യൂസി ലീഫ് അല്ലെങ്കിൽ വൈൻസ് വരച്ചു കൊടുക്കാം.
ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും നമുക്ക് വൈൻസ് വരച്ചു കൊടുക്കാം. ഓപ്പോസിറ്റ് സൈഡിൽ വരയ്ക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ചരിച്ച് വരച്ചു കൊടുക്കാം. കംപ്ലീറ്റ് ആയിട്ട് ഇവിടെയും വൈൻസ് വരച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെ വൈൻസ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ലൈനിൽ നമ്മൾ ലൈൻസ് വരയ്ക്കുമ്പോൾ ജസ്റ്റ് ഈ സൈഡിൽ ഇങ്ങോട്ട് വരച്ചു കഴിഞ്ഞാൽ ഇപ്പുറം സൈഡിലും ചരിച്ച് വേണം വരയ്ക്കാൻ. രണ്ടും കൂടി ജസ്റ്റ് വി ഷേപ്പ് വരുന്ന രീതിയിൽ വരച്ചു കൊടുക്കുക. ഏകദേശം വി ഷേപ്പിന് വരച്ചു കൊടുക്കുക. അല്ലാതെ നമ്മൾ വരയ്ക്കുന്ന സമയത്ത് സ്ട്രെയിറ്റ് വരച്ച് പോരുത്. ഇങ്ങനെ വരച്ച് പോകരുത്. ചരിച്ച് തന്നെ വരയ്ക്കണം. സ്ട്രെയിറ്റ് ആയിട്ട് വരച്ച് പോകരുത്. ചരിച്ച് വി ഷേപ്പിന് വരച്ചു പോകാം. ഓക്കെ, അതുപോലെ എല്ലാ ലൈനിലും കംപ്ലീറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ എല്ലാ ബോക്സിലും വൈൻസ് വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെയൊക്കെ സെൻറ്ററിൽ ആദ്യം 4 ഡോട്ട്സ് വരച്ചു കൊടുക്കാം. 4 ഡോട്ട് സെൻറ്ററിൽ വരച്ചു കൊടുക്കാം. ഓക്കെ, ഇതുപോലെ 4 ഡോട്ട് സെൻറ്ററിൽ വരയ്ക്കാം. എന്നിട്ട് അതിൽ നിന്നെല്ലാം കുറച്ച് പേസ്റ്റ് മുകളിലേക്ക് ഇങ്ങനെ നീക്കി കൊടുക്കാം. ഓക്കെ, അതുപോലെ എല്ലാ ബോക്സിലും ചെയ്ത് കൊടുക്കുക. ആദ്യം 4 ഡോട്ട് വരച്ചു കൊടുക്കുക. 4 കുറച്ച് പേസ്റ്റ് അങ്ങോട്ടേക്ക് നീക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കോർണർ ബോക്സിൽ എത്ര എണ്ണം വരയ്ക്കാനുള്ള സ്പേസ് ഉണ്ടോ അത്ര മാത്രം വരച്ചാൽ മതി. ഇപ്പോൾ 2 എണ്ണം വരയ്ക്കാനുള്ള സ്പേസേ കിട്ടുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ 2 എണ്ണം വരച്ചു കൊടുത്താൽ മതി. 4 എണ്ണത്തിനുള്ള സ്പേസ് കിട്ടുന്നുണ്ടെങ്കിൽ 4 എണ്ണം വരയ്ക്കാം. 3 എണ്ണത്തിനുള്ള സ്പേസേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ 3 എണ്ണം വരച്ചു കൊടുക്കാം. ഓക്കെ, ഈ സെൻറ്ററിൽ ഇതിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഡോട്ട് ഇട്ട് കൊടുക്കാം. സെൻറ്ററിൽ ഇതിന് പകരമായിട്ട് നമുക്ക് ഡോട്ട് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച രീതിയിൽ ഹാർട്ട് ഷേപ്പ് വരച്ചു കൊടുക്കാം. ഇല്ലെങ്കിൽ ഒരു 5 ഡോട്ട്സ് ചേർത്ത് ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിന് വരച്ചു കൊടുക്കാം. നമ്മുടെ കംഫർട്ട് എങ്ങനെയാണോ അതനുസരിച്ച് വരച്ചു കൊടുക്കാം. ഒന്നുകിൽ ഡോട്ട് വരയ്ക്കാം, അല്ലെങ്കിൽ 2 ടിയർ ഡ്രോപ്സ് ചേർത്ത് ഹാർട്ട് ഷേപ്പ് വരച്ചു കൊടുക്കാം, അല്ലെങ്കിൽ 5 ഡോട്ട്സ് ചേർത്ത് ഒരു ഫ്ലവറിൻ്റെ ഷേപ്പ് വരച്ചു കൊടുക്കാം. നമുക്ക് എങ്ങനെയാണോ കംഫർട്ടായിട്ടുള്ളത് അത് വരച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഒരു ഗ്രിഡും കൂടി വരയ്ക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത ഗ്രിഡ് വരയ്ക്കാൻ വേണ്ടിയിട്ടും അപ്പോൾ ആദ്യം ഒരു സ്ക്വയർ ബോക്സ് വരച്ചിട്ടുണ്ട്. പിന്നെ ക്രോസ് ലൈൻസ് ആയിട്ട് നമ്മൾ സ്ലാൻഡിങ് ലൈൻസ് വരച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ലൈൻസിൻ്റെ എല്ലാം താഴെയായിട്ട് ഹംസും വരച്ചിട്ടുണ്ട്. ഹംസ് വരയ്ക്കുമ്പോൾ നമുക്ക് മുകളിൽ വേണമെങ്കിലും വരയ്ക്കാം. മുകളിലാണ് വരയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ എല്ലാ ലൈൻസിൻ്റെയും മുകളിൽ തന്നെ വരയ്ക്കാം. താഴെയാണ് വരയ്ക്കുന്നതെങ്കിൽ എല്ലാ ലൈൻസിൻ്റെയും താഴെ തന്നെ വരയ്ക്കാം. നമ്മൾ ഈ ഒരു ഗ്രിഡിന് ചെയ്തതുപോലെ തന്നെ എല്ലാ ലൈനിൻ്റെ താഴെയും ഹംസ് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഡോട്ട് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഹാർട്ട് ഷേപ്പ് വരയ്ക്കാം. ഇതിൽ നമുക്ക് ഏതാണോ ഇഷ്ടം അത് തന്നെ എല്ലാ കോളത്തിലും അത് തന്നെ വേണമെങ്കിൽ നമുക്ക് വരയ്ക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 5 ഡോട്ട്സ് സർക്കിൾ ഷേപ്പിന് വരച്ച് ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിന് വേണമെങ്കിലും വരച്ചു കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ സ്ക്വയർ ബോക്സ് വരച്ച് അതിനകത്ത് ഡാർക്ക് ചെയ്ത് കൊടുക്കാം. ട്രയാങ്കിൾ ഷേപ്പ് വരയ്ക്കാം. അതിനകത്ത് വേണമെങ്കിലും ഡാർക്ക് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ നമുക്ക് ഇഷ്ടമുള്ളത് ഈ ഒരു ഗ്രിഡിനകത്ത് വരയ്ക്കാം. വരയ്ക്കുന്നത് ഏതാണോ അത് തന്നെ കംപ്ലീറ്റ് ആയിട്ട് വരയ്ക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും 1-2 എണ്ണം വെച്ചിട്ടും വരയ്ക്കാം. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു രീതിയിൽ 4 ഡോട്ട് വരച്ച് 4 ഡോട്ട് 4 സൈഡിലേക്ക് 4 ലൈൻ ഇട്ട് കൊടുത്ത് ഇതുപോലെയും നമുക്ക് വരയ്ക്കാം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വരച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ വരയ്ക്കുമ്പോൾ ഏതാണോ വരയ്ക്കുന്നത് അത് തന്നെ എല്ലാ കോളത്തിലും വരച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ അത് സെപ്പറേറ്റ് വരയ്ക്കുന്നതിന് പകരം ഞാനിതെല്ലാം കൂടി ഒരു ഗ്രിഡിൽ വരച്ചു എന്നേ ഉള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ടിയർ ഡ്രോപ്പ് ഇതിൻ്റെ എൻഡിലായിട്ട് വേണമെങ്കിലും വരച്ചു കൊടുക്കാം. ഈ ഒരു രീതിയിൽ നമുക്ക് ഈ ഗ്രിഡ് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗ്രിഡ് ഇത്രേ ഉള്ളൂ. അടുത്തത് നമ്മൾ ഗ്രിഡായിട്ട് വരയ്ക്കാൻ പോകുന്നത് ചെക്സ് ആണ്. അപ്പോൾ ചെക്സ് വരയ്ക്കാനും നമുക്ക് ഒരു സ്ക്വയർ ബോക്സ് വരയ്ക്കാം. ഇതുവരെയുള്ള എല്ലാ ഗ്രിഡ്സിനും നമ്മൾ സ്ലാൻഡിങ് ആയിട്ട് ലൈൻസ് ആണ് വരച്ചത്. പക്ഷേ ഇത് നമുക്ക് കുഞ്ഞു ബോക്സ് ആയിട്ടാണ് വേണ്ടത്. അപ്പോൾ ലൈൻസ് വെച്ചിട്ട് സ്റ്റാൻഡിങ് ലൈനും സ്ലീപ്പിംഗ് ലൈനും വെച്ച് കുഞ്ഞു ബോക്സ് വരയ്ക്കാം. എന്നിട്ട് നമുക്ക് ആദ്യത്തെ ബോക്സിൽ ഡാർക്ക് ചെയ്ത് കൊടുക്കാം. ഡാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഈ ബോക്സിനെ ഇങ്ങനെ കറുപ്പിച്ച് കൊടുക്കേണ്ട കാര്യമില്ല. ആ ബോക്സിൽ നമ്മൾ കോൺ വെച്ചിട്ട് ജസ്റ്റ് അത് കംപ്ലീറ്റ് കവർ ആവുന്നത് വരെ കോൺ ഞെക്കി കൊടുത്താൽ മതി. ഡോട്ട് ചെയ്യുന്നത് പോലെ ആ ഒരു ബോക്സ് കംപ്ലീറ്റ് കവർ ആവുന്നത് വരെ നമ്മൾ പേസ്റ്റ് ഞെക്കി കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഒരു ബോക്സ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. രണ്ടാമത്തെ ബോക്സ് നമ്മൾ ഒന്നും ചെയ്യേണ്ട. വീണ്ടും അത് കഴിഞ്ഞിട്ടുള്ള ബോക്സ് ഇതുപോലെ ഫില്ല് ചെയ്യുക. അങ്ങനെ ഓരോ ബോക്സ് ഗ്യാപ്പ് ഇട്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കാം. അടുത്ത ലൈൻ വരയ്ക്കുമ്പോൾ നമ്മൾ ഓൾറെഡി ഡാർക്ക് ചെയ്തിട്ടുള്ള ഇതിൻ്റെ നേരെ താഴെയുള്ള ബോക്സിൽ ഡാർക്ക് ചെയ്യേണ്ട, തൊട്ടിപ്പുറത്തെ ബോക്സിൽ ഡാർക്ക് ചെയ്യുക. വീണ്ടും ഒരു ബോക്സ് വിട്ടിട്ട്
ഡാർക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഓരോ ബോക്സും വിട്ട് വിട്ട് നമ്മൾ ഡാർക്ക് ചെയ്ത് കൊടുക്കുക. തൊട്ട് താഴെ ചെയ്യുമ്പോൾ മുകളിൽ ഡാർക്ക് ചെയ്തിട്ടുള്ള ബോക്സ് ആണെങ്കിൽ താഴെ വരുമ്പോൾ ഡാർക്ക് ചെയ്യേണ്ട. മുകളിൽ ഡാർക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ വരുമ്പോൾ ഡാർക്ക് ചെയ്ത് കൊടുക്കുക. ഓരോ ബോക്സ് ഗ്യാപ്പ് വിട്ട് വിട്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അങ്ങനെ നമ്മൾ എല്ലാ ബോക്സും ഫില്ല് ചെയ്ത് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ.